പണ്ട് മോദി 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 എന്ന് പറഞ്ഞ വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേൾക്കുന്നുണ്ട്? ഇപ്പോഴ് ആ വാക്കങ്ങ് പോയി. അതെങ്ങനെ വാനിഷ്ഡായി പോയത്? എൻ്റെ ചോദ്യം. കാരണം ആ വാക്കില്ലാതായി. കാരണം ആ ഒരു പരിരക്ഷയും ആ ഹോപ്പും ഈ പറയുന്ന യൂണിയൻ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാൻ പറ്റുന്നില്ല. വലിയ പ്രതീക്ഷയോട് കയറി വന്നത് ഒരു പ്രതീക്ഷയില്ലാതായി. വളരെയധികം ചെറുപ്പക്കാർ തൊഴിലില്ലാതെ വീണ്ടും 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 പുറത്തോട്ട് വരുന്നു. ഉള്ളവരുടെ തൊഴിൽ പോകുന്നു, സാധനങ്ങൾക്ക് വില കൂടുന്നു, അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന രീതിയിലോട്ട് വരും. ജനാധിപത്യത്തെ പിടിച്ചിരിക്കാൻ പാടാം. അതിൻ്റെ ആ റിഫ്ലക്ഷനാണ് ഈ പറയുന്ന ഈ ഗഡ്കരി, ഈ അമിത്ഷായുള്ള പാടിയാണ് ഇപ്പോൾ പുറത്തോട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിലായിട്ട് വന്നത്. രണ്ട് ഗ്രൂപ്പ് അന്യോന്യം പാര വെക്കാൻ തുടങ്ങി. ഉറപ്പായിട്ട് ഇതിൻ്റെ പുറകിലൊക്കെ ആളുണ്ട്. ആളെന്ന് പറയുക BJPക്ക് തന്നെ അവർ തന്നെ സ്പ്ലിറ്റ് ആകാനുള്ള പ്രാധാന്യം, അതായത് അതിന് സമയം വലുതായിട്ടൊന്നും എടുക്കത്തൊന്നുമില്ല. ഇത് അടിച്ചങ്ങ് പിരിയും സംഭവം. അപ്പം അതിനു മുമ്പ് അപ്പം എങ്ങനെയാണ് ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട്, ഔട്ട്കം, അതിനെ ബേസ് ചെയ്തായിരിക്കും ഈ ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. കൃത്യമായിട്ട് പറയാൻ ഈ ഗവൺമെൻറ് കൂടുതൽ നാൾ പിടിച്ചു നിൽക്കാൻ മോദിക്ക് കഴിയത്തില്ല. അതുകൊണ്ടാണ് മോദി എന്തെങ്കിലും വിട്ടുവീഴ്ച, എന്ത് കുന്തവും കൊടുത്താണെങ്കിലും അമേരിക്കയുമായിട്ടങ്ങ് ലോഹ്യമാകുന്നത്. കാരണം ഇനി അയാൾക്ക് മനസ്സിലായി അയാൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇതൊക്കെയാണ് കാരണം തിരിച്ച് U-ടേൺ അടിച്ച് അമേരിക്ക പോയത്. കാരണം കാര്യങ്ങൾ അത്ര സ്മൂത്തൊന്നുമല്ല ഇന്ത്യയിൽ. അകത്തും പുറത്തും പ്രശ്നം, നാട്ടുകാർക്കും പ്രശ്നം, വീട്ടുകാർക്കും പ്രശ്നം. പിന്നെ എങ്ങനെ പിടിച്ചിരിക്കാൻ സാധിക്കും? മൾട്ടിപ്പിൾ ഇഷ്യൂ നേരിടുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ.